അവസാനം അമേരിക്കയുടെ ചുവട്, കാരണം അവർക്ക് തന്നെ പിടികിട്ടി, അവർ ഉക്രൈൻ റഷ്യ വാറിലെ നയം പൂർണ്ണമായിട്ടും മാറ്റാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു അമേരിക്കയുടെ ചതി എന്തായിരുന്നു. അവർ ഉക്രൈനെ പറഞ്ഞ് ധരിപ്പിച്ചതും വെപ്പൺസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും പിന്നീട് അത് നിർത്തുകയും യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട്, ഹംഗറിയെ കൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ പ്രശ്നമുണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് വെപ്പണിൻ്റെ സാമ്പത്തിക സഹായം നിർത്തുകയും ഇതൊക്കെയായിരുന്നു അമേരിക്ക ചെയ്ത ചതി. അപ്പോൾ അവസാനം ഫ്രാൻസ് ഇമ്മാനുവേൽ മാക്രോൺ കയറി ഇടപെടുന്നു ശക്തമായ രീതിയിൽ. തുടർന്ന് അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് ജർമ്മനി വരുന്നു. കാരണം ഈ അടുത്ത സമയത്ത് മാക്രോൺ ജർമ്മനി സന്ദർശിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അദ്ദേഹം ഫ്രാൻസ് സന്ദർശിക്കുന്നു. ഇമ്മാനുവേൽ മാക്രോണിൻ്റെ ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകണം, അതിൽ ചൈന ഇടപെടണം. അവിടെയും അദ്ദേഹം, അപ്പം ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുണ്ട്. കാരണം ഈ തായ്വാൻ ഇഷ്യൂവിൻ്റെ അകത്ത് ഫ്രാൻസും അതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ന്യൂട്രലായിട്ട് നിൽക്കണം. അതായത് തായ്വാൻ ചൈനയുടെയാണ്. അതിനനുകൂലമായിട്ട് മാക്രോൺ നിലനിൽക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ ആ നിലപാടെടുക്കുകയും യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അതിനനുകൂലമായിട്ട് നിലപാടെടുത്ത് ചൈനീസ് പ്രസിഡന്റിനെ കാണുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നടന്ന ഡെവലപ്മെൻ്റാണ്. പിന്നീട് വ്ളാദിമിർ സെലൻസ്കി, അതായത് ഉക്രൈൻ പ്രസിഡന്റ്, അദ്ദേഹം ചൈനയോട് നേരിട്ട് ആവശ്യപ്പെടുകയാണ് ഈ വാർ ഒന്ന് സെറ്റിൽ ചെയ്ത് തരണം. പെട്ടെന്ന് അമേരിക്കയ്ക്ക് പിടികിട്ടി ഗെയിം എല്ലാം കയ്യിൽ നിന്നും പോവുകയാണ്. അത് പെട്ടെന്ന് ആൻ്റണി ബ്ലിങ്കൻ വരുന്നു, സെലൻസ്കിയെ കാണുന്നു, വെപ്പൺസ് പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നു. അതിനുശേഷം ഇന്നലെ അവരൊരു തീരുമാനമെടുത്തു അമേരിക്ക. അതായത് ഫ്രാൻസും ജർമ്മനി എടുത്ത തീരുമാനത്തിന് ശേഷമാണ് അമേരിക്ക തീരുമാനമെടുത്തത്. തീരുമാനം ഇതാണ്: ഏതൊക്കെ വെപ്പൺസാണ് US കൊടുക്കുന്നത് അത് ഉക്രൈൻ്റെ ടെറിട്ടറി അല്ല, റഷ്യയുടെ ടെറിട്ടറിയിലും അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത്രയും നാളും അമേരിക്കയും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും വെപ്പൺസ് കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അത് ഒരിക്കലും റഷ്യയുടെ ടെറിട്ടറിയിൽ ഈ വെപ്പൺസ് കൊണ്ട് അറ്റാക്ക് ചെയ്യരുത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. കാരണം ഇതെല്ലാം ഫയർ ചെയ്യുന്ന റഷ്യയുടെ ടെറിട്ടറിയിൽ നിന്നാണ് മിസൈലും റോക്കറ്റ്സും എല്ലാം ഫയർ ചെയ്യുന്നത്. അപ്പം ഇത് തടുക്കുവാൻ വേണ്ടി ആൻറ്റി മിസൈൽ, അതായത് അതേപോലെയുള്ള എക്യുപ്മെൻ്റ്, അതായത് ആൻറ്റി മിസൈൽ എക്യുപ്മെൻറ്റ്, ഇതിന് ഭയങ്കര വിലയാണ്. കാരണം ഇതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ വരുന്ന ഓരോ വെപ്പൺസിനെ തടയാൻ വേണ്ടി ആൻറ്റി മിസൈൽ എക്യുപ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, കാരണം അതിന് പരിമിതിയുണ്ട്. തിരിച്ചിത് അറ്റാക്ക് ഇത് വരുന്നതിൻ്റെ ബേസ് മുഴുവനും റഷ്യയുടെ ടെറിട്ടറി, ഇത് ബോർഡർ ചെയ്യുന്നു, റഷ്യയുടെ പല ഭാഗത്തു നിന്ന് കയറി വരുന്നത്. അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉക്രൈന് പെർമിഷൻ കൊടുത്തിട്ടില്ല. കാരണം ഈ വെപ്പൺ കൊടുക്കുന്നവർ ആ ഒരു സംഭവം, ഒരു റെഡ് ലൈൻ പറഞ്ഞു, ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകരുത്. അതാണ് ഫ്രാൻസ് പറഞ്ഞു, ഞങ്ങളുടെ വെപ്പൺ, അതായത് ഫ്രാൻസ് കൊടുക്കുന്ന ലോങ് റേഞ്ച് വെപ്പൺസും മറ്റും റഷ്യയുടെ ടെറിട്ടറിയിൽ അവരുടെ ബേസിൽ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജർമ്മനി പറഞ്ഞു, അതേപോലെ തന്നെ നെതർലാൻഡ്സ് അവരും വെപ്പൺസ് കൊടുത്ത് പറഞ്ഞു നിങ്ങൾക്കത് ഉപയോഗിക്കാം. അവസാനം അമേരിക്കയും വന്നിട്ട് മാൾഡോവയിൽ ആൻ്റണി ബ്ലിങ്കൻ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വെപ്പൺ നിങ്ങൾക്ക് റഷ്യൻ ടെറിട്ടറിയിൽ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത്രയും നാളും റഷ്യ ഉക്രൈൻ വാറിൻ്റെ അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് 2 രാജ്യങ്ങളും മാക്സിമം അടിക്കട്ടെ, അത് കഴിഞ്ഞ് റഷ്യ ക്ഷയിക്കും ഒരുവിധം, അതിനുശേഷം ഉക്രൈൻ വീണ്ടും നമുക്ക് പണിത് കൊടുക്കാം. കാരണം ഉക്രൈനിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക, പല സിറ്റികളിലും കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചതിയാണ്, അമേരിക്കൻ ചതിയാണ് പെട്ടെന്ന് ലോകം മുഴുവനും മനസ്സിലാക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ആൻ്റണി ബ്ലിങ്കൻ സംസാരിക്കും, ഞങ്ങൾ ഉക്രൈൻ്റെ ഭാഗമാണ്, ഉക്രൈൻ്റെ ഡിഫൻസ് ഓഫൻസ് ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഞങ്ങൾ വെപ്പൺസ് കൊടുക്കും. പക്ഷേ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ അമേരിക്കൻ വെപ്പൺസും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഷെങ്കൻ രാജ്യങ്ങളിലെ വെപ്പൺസും റഷ്യൻ ടെറിട്ടറിയിൽ, അതായത് അവിടെ പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ
ജാനുവരിയിൽ അമേരിക്കൻ മെയ്ഡ് F-16 ഫൈറ്റർ എയർക്രാഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ വരെ അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതും അതും ധാരണയായിട്ട് വരുന്നത് ഏകദേശം 10-20 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ മെയ്ഡ്, അതായത് അമേരിക്കൻ F-16 എയർക്രാഫ്റ്റും വെപ്പൺസും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഉക്രൈന് കൊടുക്കാൻ പോകുന്നു. അതായത് ഉക്രൈൻ റഷ്യ വാറിൻ്റെ ഏറ്റവും വലിയൊരു തിരിവാണ് കാണാൻ പോകുന്നത്. കാരണം റഷ്യ കാർക്കീവ് പിടിക്കാൻ പോകുന്നു, മറ്റുള്ള വില്ലേജുകൾ പിടിച്ചു. കാരണം റഷ്യ വാറിൽ മുന്നേറുകയാണ്. കാരണം ഉക്രൈനെ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആക്കി ഈ പറയുന്ന അമേരിക്ക വൃത്തികെട്ട ഗെയിം കളിച്ച് എവിടെയാണ് ചൈന ഇടപെടാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അമേരിക്കയ്ക്ക് ഭയമായത്. ലിറ്ററലി ഭയമായി. ആ ഭയത്തിലാണ് പെട്ടെന്ന് അമേരിക്ക കയറി ഇടപെട്ട് യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ സംസാരിച്ച് ഇതിനൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി റഷ്യയെ തോൽപ്പിക്കുവാൻ വേണ്ടി അമേരിക്ക കൂടെ നിൽക്കാം. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, 2 ദിവസം കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസ് സന്ദർശിക്കുകയാണ്. കാരണം ഫ്രാൻസിനാണ് ഉക്രൈൻ റഷ്യ വാറിൽ ഏറ്റവും കൂടുതൽ കൺസേൺ. കാരണം അവിടെ ഇൻഫ്ലേഷൻ കൂടി, അവിടെ അവരുടെ എക്കോണമി താപ്പോട്ട് പോകുന്നു. യൂറോപ്പ് തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഉക്രൈൻ റഷ്യ. കാരണം പല ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും എനർജിയുടെ ഇഷ്യൂ തന്നെയാണ്. കാരണം ഇതിനൊന്നും ഒരു ആൻസർ കൊടുക്കാൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് പെട്ടെന്ന് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ ടൈംസ് ഇല്ലാതാകുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വിസിറ്റ് ചെയ്യുന്നു. ചൈനീസ് പ്രസിഡന്റ് നേരത്തെ വന്നിരുന്നു. ഇമാനുവൽ മാക്രോൺ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഉക്രൈനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ പല ചർച്ചകളും മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ വിസിറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുക. അതായത് ഫൈനലി ഉണ്ടാകാൻ പോകുന്നത് ഏകദേശം ഈ വലിയ താമസമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം 2 വർഷം കഴിഞ്ഞു ഈ വാർ തുടങ്ങിയിട്ട്. ഇനി ഈ വാറിനൊരു എൻഡിങ് ഉണ്ടാകും. അതായത് ഈ വെപ്പൺസ് എല്ലാം കൂടെ വെച്ച് റഷ്യൻ ടെറിട്ടറിയിൽ ഉക്രൈനിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ റഷ്യ വാറിൽ നിന്ന് പതുക്കെ വിഡ്രോ ചെയ്യാൻ തുടങ്ങും. കാരണം അവൻ്റെ ടെറിട്ടറിയിൽ അടിക്കാൻ ഇന്ന് വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം വെപ്പൺസ് കൊടുത്തിട്ട് അത് അങ്ങോട്ട് പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ്റെ ടെറിട്ടറിയിൽ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് റഷ്യ പിൻവാങ്ങും എന്നുള്ളത് തന്നെയാണ് ഈ വാറിൻ്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്.